അപ്പോൾ നമ്മുടെ ലൈവിൽ നമ്മൾ കൃത്യമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മിസ് പറഞ്ഞിരുന്നു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് വെച്ചിട്ട് ഒരു വീഡിയോസ് അപ്പ് ചെയ്യുന്നതാണെന്ന്. അപ്പോൾ ദാ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന ചാപ്റ്ററിലെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക, ഏത് രീതിയിലാണ് നിങ്ങൾ അതിനെ ആൻസർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ ഷോർട്ട് പീരീഡിൽ തന്നെ നമ്മൾ സെറ്റ് ആക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്കില്ല അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണ്, ഫുൾ പവറിലാണെങ്കിൽ ഇപ്പം തന്നെ ഇട്ടോ ചാറ്റ് ബോക്സിൽ എന്ത് നമ്മുടെ കുറച്ച് യെല്ലോ ഫ്ലവേഴ്സ് റെഡി. യെസ്, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് കമ്മ്യൂണിക്കേഷൻ? മിസ് വന്നപ്പോൾ മുതൽ ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ആശയവിനിമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, എൻ്റെ ഐഡിയാസ് ആവട്ടെ, തോട്ട്സ് ആവട്ടെ, മറ്റ് പല വിവരങ്ങളും ആവട്ടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നില്ലേ. യെസ്, അപ്പം ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം എന്ന് പറയുന്നു. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ട്രാൻസ്ഫർ ഓഫ്, എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എനിക്ക് പറയാനുള്ള കുറച്ച് ഇൻഫർമേഷൻസ് അല്ലേ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലേ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ എഡ്യൂപോഡിൻ്റെ ഓഫീസിൽ നിന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ഫോണിലൂടെ പറയുന്നത്. ഓക്കെ, യെസ്, ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ആണ് ഞാൻ പാസ് ചെയ്യുന്നത് ഫ്രം വൺ പ്ലേസ് ഓർ വൺ പേഴ്സൺ ടു അനദർ പ്ലേസ് ഓർ പേഴ്സൺ. ഓക്കെ, എന്താണ് ചെയ്യുന്നത്, യെസ്, ഞാൻ ഈ ഒരു സ്ഥലത്ത് നിന്ന് പല ഡിസ്ട്രിക്റ്റിലായിട്ട് ഇരിക്കുന്ന മക്കളുടെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. പല പേഴ്സൺസിൻ്റെ അടുത്തേക്ക്, പല ആളുകളുടെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ആശയവിനിമയം എന്ന് പറയുന്നത്. ഒരിടത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ, ഓക്കെ, ഒരിടത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ, എന്ത്, ഇൻഫർമേഷൻസ്, വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് എവിടെ ചോദിച്ചാലും ക്ലിയർ ആയിട്ട് നിങ്ങൾ പറയോ. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആശയവിനിമയം നടത്താറ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്? യെസ്, ത്രൂ കോൺവെർസേഷൻസ്, സംഭാഷണത്തിലൂടെ അല്ലേ. സംഭാഷണത്തിലൂടെ എന്താണ്, നമ്മളൊരു ഫ്രണ്ടിനെ കാണുമ്പോൾ ഹലോ ബഡി എന്ന് പറഞ്ഞു പോവില്ലേ, യെസ് ഹായ് ഗായ്സ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അങ്ങനെ നമ്മൾ കോൺവെർസേഷൻ തുടങ്ങുന്നുണ്ട്, എന്താണ്, സുഖമാണോ, വീട്ടിലെല്ലാവരും എങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ സംഭാഷണത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. എഴുത്തിലൂടെ, ഓക്കെ, ചില സമയത്തൊക്കെ ഇപ്പൊന്നും എഴുത്തൊന്നും കാണാറില്ല, പണ്ടൊക്കെ എന്തുണ്ടായിരുന്നു, ലെറ്റേഴ്സൊക്കെ എഴുതിയായിരുന്നു. ഓക്കെ, അല്ലാതെ ഫ്രണ്ട്സിന് ലെറ്റേഴ്സ്, ലവ് ലെറ്റേഴ്സൊക്കെ എന്ത് ചെയ്യായിരുന്നു, തുരാന്ന് എഴുതിയായിരുന്നു. അങ്ങനെ എഴുത്തിലൂടെ, റൈറ്റിങ്ങിലൂടെയും എന്ത് ചെയ്യാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ വിളിക്കുമല്ലേ, രാവിലെ തന്നെ നമ്മൾ വിളിക്കും, ഹലോ എടി നീ എപ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ നീ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി, എപ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ എത്തുക, നമ്മുടെ സ്കൂൾ ബസ് എപ്പോഴാണ്. രാവിലെ തന്നെ നമുക്ക് ഒത്തിരി സംശയങ്ങളാണല്ലേ, നമ്മളെ ഫ്രണ്ട്സിനെ രാവിലെ തന്നെ വിളിച്ച് ചോദിക്കണം, എടി നീ എന്താ ഇന്ന് ടിഫിന് കൊണ്ടുപോകുന്നത്, എടി നീ എപ്പോഴാണ് വരിക, അല്ലെ എടാ നമുക്ക് ഇന്ന് ജ്യൂസ് കുടിക്കാൻ പോയാലോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ എടുത്തിട്ട് നമ്മൾ കാണും. ഓക്കെ, നമ്മളെ ഫ്രണ്ട്സിനൊക്കെ സ്കൂളിൽ എത്തിയാലും നമ്മൾ കാണും. പക്ഷേ സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്വഭാവം ഉണ്ടോ, ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എടാ നീ ഇന്നത്തെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് ഉച്ചക്ക് നീ എന്ത് ഫുഡാണ് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ഫോണിൽ വിളിച്ച് ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലൂടെയൊക്കെ, ഫോൺസിലൂടെ, അതേപോലെ കോൺവെർസേഷനിലൂടെ, എഴുത്തിലൂടെ, ഇമെയിലിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആശയവിനിമയം നടത്താറുണ്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ട്. റെഡി? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പക്കാ ക്ലിയർ ആണല്ലോ, ഒരു സംശയമില്ലല്ലോ. റെഡി? ഓക്കെ, അപ്പോൾ പണ്ട് എന്താണ് അവിടുത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, അന്ന് ഇതേപോലെയുള്ള മൊബൈൽ ഫോൺസോ ഇൻസ്റ്റഗ്രാമോ വാട്സാപ്പോ ഈ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ആളുകൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. സന്തോഷം തോന്നുകയാണെങ്കിൽ അവർ ഈ ഒരു എക്സ്പ്രഷൻ ഇടും, കരച്ചിലാണെങ്കിൽ വളരെ സങ്കടത്തിലിരിക്കും, അതിശയം തോന്നുകയാണെങ്കിൽ വാവ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വണ്ടറിന്റെ എക്സ്പ്രഷൻ ഇടും. അങ്ങനെ എക്സ്പ്രഷൻസിലൂടെയും അതേപോലെ ഓരോ സൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ അത് കരച്ചിലാണ്, എന്ന് പറഞ്ഞാൽ അത് ചിരിയാണെന്നൊക്കെ നമ്മൾ വേണം മനസ്സിലാക്കാൻ. അപ്പം ഈ ഒരു രീതിയിലാണ് പണ്ടത്തെ ആളുകൾ എന്ത് ചെയ്തത്, ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ പല എക്സ്പ്രഷൻസും ദേഷ്യത്തിൻ്റെയും സർപ്രൈസ് ആയും കൺഫ്യൂസ്ഡ് ആയിട്ടേക്കുള്ള
ഒരുപാട് എക്സ്പ്രഷൻസിലൂടെയും അതേപോലെ ഒരുപാട് സൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് എന്ത് ചെയ്തത് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവരെന്തും ചെയ്തിരുന്നില്ലായിരുന്നു, ചിത്രങ്ങളിലൂടെയും ഒക്കെ പല പിക്ചേഴ്സിലൂടെയും അന്നത്തെ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നായിരുന്നു. ഓക്കെ, അതായത് മെയിൻലി ഗുഹകൾ ഉണ്ടാവുമല്ലോ, കേവ്സ്. യെസ്, നമ്മുടെ കേവ്സിൽ ഗുഹകളുടെ വാളിലൊക്കെ ഇവരെന്ത് ചെയ്യായിരുന്നു, പല ചിത്രങ്ങളും വരച്ചിട്ട് കുറെ കഥകളൊക്കെ ചിത്രങ്ങളിലൂടെ ആയിരുന്നു അറിയിക്കാറ്. ഓക്കെ, സോ ഇതായിരുന്നു പണ്ടത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഹ്യൂമൻസ്, നമ്മൾ മനുഷ്യർ തന്നെ എഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പൊ പറയുന്നത് 5000 വർഷമായിട്ടുള്ളൂ എന്ന്. ഇറ്റ് ഇസ് അസ്യൂം ദാറ്റ് ഹ്യൂമൻസ് ഡെവലപ്പ് റൈറ്റിംഗ്. ഓക്കെ, ഈ ഒരു റൈറ്റിംഗ് എഴുത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്ര വർഷമാണ് ആയത്? 5000 വർഷമാണ്. 5000 years ago ആണ് എന്ത് ചെയ്തത്, എഴുത്ത് കണ്ടുപിടിച്ചത്. ഓക്കെ, യെസ്, സുമേരിയൻസ് were the first to develop writings. ഓക്കെ, അപ്പം റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്ത ആൾക്കാർ ആരാണ്? സുമേറിയൻസ് ആണ് അല്ലേ? യെസ്, സുമേറിയൻസ് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, ഈ ഒരു എഴുത്ത് കണ്ടുപിടിച്ചത് സുമേറിയക്കാരാണ്. ഓക്കെ, അപ്പൊ ഇവർ എഴുതുന്ന ഈ ഒരു ലിപി ഉണ്ടാവില്ലേ, ആ ഒരു സ്ക്രിപ്റ്റിനെ എന്താണ് വിളിച്ചത് നോക്കിയേ? ക്യൂണിഫോം എന്നാണ് വിളിച്ചത്. എന്ത്? യൂണിഫോം അല്ല, ക്യൂണിഫോം. ഓക്കെ, യൂണിഫോം വെച്ചിട്ട് ഇത് പഠിക്കുക. എന്ത്? ക്യൂണിഫോം. സുമേറിയൻസ് യൂണിഫോം, സുമേറിയൻസ് ക്യൂണിഫോം. ഓക്കെ, യൂണിഫോം അല്ല കേട്ടോ. സുമേറിയൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്യൂണിഫോം എന്നിട്ടുള്ള ഒരു ലിപിയാണ് അവർ കണ്ടുപിടിച്ചത്. ലേറ്റർ എന്താണ് നമ്മുടെ ഹൈറോഗ്ലിഫിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അവര് ഒരു സ്ക്രിപ്റ്റ്, ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് ആര് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഈജിപ്തുകാര്. ഓക്കെ, അടുത്തൊരു നമ്മുടെ എന്താ പറയാ, ക്യൂണിഫോം പോലെ മറ്റൊരു സ്ക്രിപ്റ്റ് ആണ് ഇത് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞത്. GLY ആണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞത്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ഈജിപ്തുകാരായിരുന്നു. ഈജിപ്തുകാരാണ് ഹൈറോഗ്ലിഫിക്സ് കണ്ടുപിടിച്ചത്. സുമേറിയൻസ് എന്താണ് കണ്ടുപിടിച്ചത്? ക്യൂണിഫോം എന്ന ഒരു ലിപി, ഒരു സ്ക്രിപ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ എന്നാണ് ഈ ഒരു റൈറ്റിംഗ് വന്നത്? 5000 വർഷങ്ങൾക്ക് മുമ്പേ ആണ്. റെഡിയാണോ? സെറ്റാണോ? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദാ നോക്കിയേ, എന്താണ് ഈ ഒരു ക്യൂണിഫോം സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ദാ ഇതേപോലെയായിരുന്നു പണ്ട് ആളുകൾ എന്ത് ചെയ്തത്, എഴുതിയത്. അല്ലാതെ ഇപ്പൊ നമ്മൾ എഴുതും പോലെ ABCD ഒന്നല്ലായിരുന്നു. അവർ എന്തൊക്കെയോ കൊത്തി പല ലെറ്റേഴ്സൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ ഒരു റൈറ്റിങ്ങിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പണ്ടുള്ള ആളുകൾ പ്രധാനമായിട്ടും ബുക്കിലൊന്നല്ല എഴുതിയത്. ബുക്കും പെണ്ണൊന്നും അവരുടെ കയ്യിലില്ലായിരുന്നു. അവരെന്തിലൊക്കെ ആയിരുന്നു എഴുതിയത്? സ്റ്റോൺ, കല്ലിൽ എഴുതിയിരുന്നു. കോപ്പർ പ്ലേറ്റ്, ചെമ്പ് തകിടിൽ എഴുതിയിരുന്നു. പാം ലീവ്സ്, താളിയോലകളിലൊക്കെയാണ് ആളുകൾ എന്ത് ചെയ്തത്, എഴുതിയത്. ഓക്കെ, അന്ന് ഇതേപോലെയുള്ള പെന്നോ ബ്ലാക്ക് ബോർഡോ അല്ലെങ്കിൽ പെൻസിലോ ബുക്കോ ഒന്നും ഇല്ലായിരുന്നു. അവരിതാ ഈ സാധനങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്തത്, എഴുതിയിരുന്നത്. എഴുതാൻ ഉപയോഗിക്കുന്ന പ്രതലം എന്ന് പറയുന്നത് എന്താണ്? യെസ്, സ്റ്റോണ്, കോപ്പർ പ്ലേറ്റ്, പാം ലീവ്സ് ഒക്കെയാണ്. അപ്പൊ MCQല് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതാ 1 word ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് ചോദിക്കാം കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഇവർ ഉപയോഗിച്ചത്? എന്ത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് ഇവർ എഴുതിയത്? നമ്മുടെ കല്ലുകളിലൊക്കെ ഈ ഒരു പെണ്ണെടുത്ത് എഴുതാൻ പറ്റുമോ? പോസിബിൾ അല്ല. അപ്പൊ കല്ലുകളിലൊക്കെ ഷാർപ്പ് സ്റ്റോൺ, നല്ല കൂർത്ത സ്റ്റോൺ എടുത്തിട്ട് നല്ല അധ്വാനിച്ചായിരുന്നു എഴുതിയത്. ഇപ്പൊ നമ്മുടെ ലെക്സി പെനൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് എഴുതുന്നു പറഞ്ഞ പോലെ അവർക്ക് എഴുതാൻ പറ്റിയില്ല. ഇവരെന്താണ് ചെയ്തത്? നല്ല ഷാർപ്പ് സ്റ്റോൺ എടുത്തിട്ട് അതിനോടായിരുന്നു കല്ലുകളിൽ എഴുതിയത്. അതേപോലെ കോപ്പർ പ്ലേറ്റിൽ എഴുതിയത് എങ്ങനെയായിരുന്നു? മെറ്റൽ സ്റ്റൈലസ് ഉപയോഗിച്ചിട്ടാണ്, ലോഹ എഴുത്താണി ഉപയോഗിച്ചിട്ടാണ് ഇവര് ചെമ്പ് തകിടുകളിൽ എഴുതിയത്. പാം ലീവ്സില് സ്റ്റൈലസ്, നാരായം. ഓക്കെ, എഴുത്താണി, നാരായം ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്തത്? താളിയോലകളിൽ എഴുതിയത്. ക്ലിയർ? അപ്പൊ റൈറ്റിങ്ങിന്റെ ഒരു ഉത്ഭവം എങ്ങനെയാണെന്ന് ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? യെസ്, ഓക്കെ. അതേപോലെ തന്നെ ഒരു ഇൻഫർമേഷന് ഒരു സ്ഥലത്ത് നിന്ന്, ആ മിസ് ഇവിടെ എജുബോർഡിന്റെ ഓഫീസിൽ നിൽക്കുന്നു. നിങ്ങൾ പല ജില്ലകളിലായിട്ട് വീടുകളിലൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടതാ ഇപ്പം നമുക്ക് നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, അങ്ങനെ എല്ലാ ഡിവൈസസും ഉണ്ട്. പക്ഷെ പണ്ട് ഇങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്തത് പ്രധാനമായിട്ടും മൃഗങ്ങളിലൂടെയും പക്ഷികളിലൂടെയൊക്കെ ആയിരുന്നു. ഡോഗ്സിലൂടെ, അതേപോലെ നമ്മുടെ പ്രാവുകളിലൂടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കത്തുകളൊക്കെ ഇങ്ങനെ സീക്രട്ട് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പല സിനിമകളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർത്തിട്ട് കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ
മൊയ്തീൻ ഇല്ലേ, കാഞ്ചനമാല മൊയ്തീൻ, ആ ഫിലിമിന്റെ പേരെന്തായിരുന്നു, മറന്നുപോയി. അപ്പൊ ഇതിലൊക്കെ അവർ എന്ത് ചെയ്യാറുണ്ട്, യെസ്, ഇങ്ങനെയാണ് ഇവർ ഇൻഫർമേഷൻസ് പാസ് ചെയ്തത്. പ്രാവിന്റെ ഇടയിലാക്കിയിട്ട് പ്രാവുകൾ എന്ത് ചെയ്യായിരുന്നു, കത്തൊക്കെ അവിടെ എത്തിക്കായിരുന്നു. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് പണ്ട് എന്ത് ചെയ്തത്, ഇൻഫർമേഷൻസ് പാസ് ചെയ്തത്. അതേപോലെ തന്നെ വലിയൊരു വിളംബരമൊക്കെ നടക്കും. ഒരു രാജഭരണമുള്ള സമയത്തൊക്കെ വലിയൊരു വിളംബരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെണ്ട കൂട്ടിയിട്ട് ആളുകൾ എല്ലാവരും എന്ത് ചെയ്യും, ക്രൗഡായിട്ട് ഒരു സ്ഥലത്ത് കൂടും. അവിടെ നിന്നിട്ടാണ് എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ പറയാറുണ്ടായിരുന്നത്. റെഡിയാണോ? യെസ്. ഓക്കെ, അങ്ങനെ പിന്നീട് ഇത്രയും കാലങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ പാടുകളിലൂടെയൊക്കെ വന്നിട്ട് പിന്നീട് ഫസ്റ്റ് ആയിട്ട് പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ ഗുട്ടൻബർഗ് ചേട്ടനാണ്. ഗുട്ടൻബർഗ് ചേട്ടനാണ് എന്ത് ചെയ്തത്, പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നത്. യെസ്. അപ്പൊ എന്തായാലും ഇത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മിസ് വേണമെങ്കിൽ കുറച്ച് സ്റ്റാർ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഗുട്ടൻബർഗ് ആണ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത്. റെഡി, സെറ്റ്? യെസ്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നീട് എന്തൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് പോസ്റ്റൽ സർവീസസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കത്തൊക്കെ എഴുതിയിട്ട് പോസ്റ്റ് വഴി ഒക്കെ അയക്കായിരുന്നു. ഇപ്പൊ നമ്മൾ പോസ്റ്റിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് സാധനങ്ങളൊക്കെ ഡെലിവർ ചെയ്യാനാണ് അല്ലേ. യെസ്, അതായത് ചില സമയത്ത് ബുക്സ്, അതേപോലെ നമ്മുടെ ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെയാണ് പോസ്റ്റൽ വഴിയൊക്കെ ഇപ്പം കാണാൻ പറ്റുന്നത്. സോ പോസ്റ്റൽ സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ആശയവിനിമയത്തെ ഭയങ്കര ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷനെ ഫാസ്റ്റർ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇംപ്രൂവ്മെന്റ് ഇൻ ട്രാൻസ്പോർട്ട് ഓൾസോ ഹെൽപ്പ്. ഓക്കെ, ട്രാൻസ്പോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദ പോസ്റ്റൽ സിസ്റ്റം വാസ് യൂസ്ഡ് ടു സെൻഡ് മെസ്സേജസ് ആൻഡ് ന്യൂസ്. എന്തിനാണ് ഈ ഒരു പോസ്റ്റൽ സിസ്റ്റം ഉപയോഗിച്ചത്? സന്ദേശങ്ങളും വാർത്തകളും അയക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അഡ്വാൻസസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ലെഡ് ടു ചേഞ്ചസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. പിന്നീട് എന്ത് വന്നിട്ടുണ്ട്, പണ്ടത്തെ സിസ്റ്റം ഒക്കെ മാറിയിട്ട് കുറേ അഡ്വാൻസ്മെന്റ് വന്നു. സയൻസിലാണെങ്കിലും ടെക്നോളജിയിലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിയ ആളുകളൊക്കെ. യെസ്, കാലം മാറും തോറും കോലവും മാറും എന്നാണല്ലോ. അപ്പൊ ഇങ്ങനെ അഡ്വാൻസ്മെന്റ് ഒക്കെ വന്നപ്പോൾ നമുക്കിപ്പോൾ ഉള്ള ഫോണൊക്കെ ആയിട്ട്, ആദ്യം നിൽക്കുന്ന ഫോണായിരുന്നു, ഇപ്പൊ ടച്ച് ഫോൺ ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ണ് നോക്കിയാൽ മതി, ആ സ്ക്രീനൊക്കെ മാറുന്ന ആ ഒരു ടൈപ്പ് സിസ്റ്റത്തിലേക്ക് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ദ ഇൻവെൻഷൻ ഓഫ് ദ ഇന്റർനെറ്റ് ഹാസ് ബോട്ട് റെവല്യൂഷണറി ചേഞ്ചസ് to how we communicate. ഓക്കെ, നമുക്ക് തീരെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇൻട്രഡക്ഷൻ ഓഫ് ഇന്റർനെറ്റ് എന്ത് ചെയ്തത്, ഇന്റർനെറ്റിന്റെ ഒക്കെ ഒരു തുടക്കം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ തന്നെ മറിച്ചിട്ടുള്ളത്. ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്തം നമ്മുടെ ആശയവിനിമയത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഒട്ടും പണ്ടത്തെ കാലത്തുള്ള ആളുകൾക്കൊന്നും ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും വലിയൊരു ചേഞ്ചസിനാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് ഇന്റർനെറ്റ് കൊണ്ടുവന്നത്. ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടായിട്ടല്ലേ ഇവിടെ ഇരിക്കുന്ന മിസ്സിന് നിങ്ങളോട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ എത്രത്തോളം നമ്മളെ സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, വളർന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, റെഡി. ഓക്കെ, സോ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾസോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഒന്നാമത്തേത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ആൻഡ് രണ്ടാമത്തേത് മാസ് കമ്മ്യൂണിക്കേഷനും. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ രണ്ട് തരമാണ്. വ്യക്തിഗത ആശയവിനിമയമുണ്ട്, ബഹുജന ആശയവിനിമയം. ഓക്കെ, വ്യക്തിഗത ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, അത് വെറും രണ്ടാൾ തമ്മിലായിരിക്കും എന്തുണ്ടാവുക, സംഭാഷണം ഉണ്ടാവുക. രണ്ടാൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാണ് വ്യക്തിഗത അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ മാസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ബഹുജന ആശയവിനിമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട്. ഇതാ ഈ ഒരു പിക്ചർ നോക്കിയേ, ഒരാൾ ഒരുപാട് ആളുകളോട് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ രണ്ട് പേര് തമ്മിലാണെങ്കിൽ അവിടെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ദാ ഇപ്പൊ മിസ് എത്രയോ പേര് മിസ്സിന് ക്ലാസ് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ മിസ് എന്താണ് ചെയ്യുന്നത്, മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് ചെയ്യുന്നത്, ബഹുജന ആശയവിനിമയമാണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നിർബന്ധമായിട്ടും പഠിക്കണം. എന്താണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന്. റെഡി? യെസ്. അപ്പൊ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ഓർ ഐഡിയ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഓക്കെ, എനിക്ക് പറയാനുള്ള മെസ്സേജ് ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് ആവട്ടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. ഇവിടെ ഇപ്പം നമ്മുടെ മറ്റേതെങ്കിലും ടീച്ചർ, ഷമീം സാർ ആയിക്കോട്ടെ. ഓക്കെ, ഷമീം സാറിനോട് ഞാനൊരു കാര്യം പറയാണ്. ഓക്കെ, സാർ എന്നോട് തിരിച്ചു എന്തൊക്കെയോ അതിന് അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? എന്താണ്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നേരെ തിരിച്ച് ഇപ്പൊ ഷമീം സാർ ഇല്ല,
ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങളോടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ വലിയൊരു ഓഡിയൻസ് ആണ് എൻ്റെ മുമ്പിലുള്ളത്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, അത് മാസ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് മാറുന്നത്. വ്യക്തിഗത ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം എന്ന് വെച്ചാൽ. റെഡിയാണോ? ഓക്കെ, അപ്പൊ എന്താണ് വ്യക്തിഗത ആശയവിനിമയത്തിന്റെ ടൂൾസ്, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്തിലൂടെയൊക്കെയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? നമ്മളിതാ കത്തുകളിലൂടെ അയക്കുന്നുണ്ട്, ടെലിഗ്രാഫ്, ടെലിഫോണിലൂടെ, മൊബൈൽ ഫോൺസിലൂടെ, ഇമെയിലിലൂടെ, ഇന്റർനെറ്റിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പേഴ്സണൽ ചാറ്റൊക്കെ ചെയ്യാറില്ല. വാട്സാപ്പിലാണ്, ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പേഴ്സണൽ ചാറ്റ് ചെയ്യാറുണ്ട്. അതെന്താണ്, ഇന്റർപേഴ്സണലാണ്. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാറുണ്ട്, അത് മാസ് കമ്മ്യൂണിക്കേഷനിലാണ് വരിക. ഓക്കെ, റെഡി ആണോ? യെസ്. ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്, മാസ് കമ്മ്യൂണിക്കേഷൻ ഇല്ലേ. ഇറ്റ് ഈസ് എ ഡെലിവറി ഓഫ് മെസ്സേജസ് ഓർ ഐഡിയ. സെയിം സാധനം തന്നെ, നമുക്ക് പറയാനുള്ള ഇൻഫർമേഷൻ എങ്ങനെയാണ് എടുക്കുന്നത്, ലാർജ് ചങ്ക് ഓഫ് പീപ്പിൾ, വലിയൊരു കൂട്ടം ജനത്തിലേക്കാണ് നമ്മൾ പറയുന്നത്. മാസ് മീഡിയ ആർ ദ മീഡിയ യൂസ് ഫോർ ദസ് പർപ്പസ്. വലിയ ജനങ്ങൾ, വലിയൊരു ഗ്രൂപ്പിലേക്ക് എത്തിക്കാനുള്ളതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്ത്, ബഹുജന ആശയവിനിമയം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ്? നമ്മൾ റേഡിയോ, ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, സ്ട്രീറ്റ് പ്ലേ, പബ്ലിക് മീറ്റിംഗ്, സെമിനാർസ് ഒക്കെ എന്താണ്, ഒരാൾ ഒറ്റയ്ക്ക് രണ്ടുപേര് തമ്മിലാണോ നടക്കുന്നത്? അല്ലേ, ന്യൂസ് പേപ്പറൊക്കെ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഇൻഫർമേഷൻസ് ഒക്കെ അച്ചടിച്ച് വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? യെസ്, നമ്മുടെ മാസ് കമ്മ്യൂണിക്കേഷൻ ടൂൾസിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമ്പിൾസ് സഹിതം ഈ ടൂൾസ് ഏതാണ് ഈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക, അതേപോലെ ബഹുജന ആശയവിനിമയത്തിന് ഉപയോഗിക്കാന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടൂൾസ് കൃത്യമായിട്ട് പഠിക്കണം. കോൺസെപ്റ്റ് പഠിച്ചാൽ തന്നെ ഒരു സംശയം വേണ്ട, ടൂൾസ് ക്ലിയർ ആയിരിക്കും കേട്ടോ. Okay, yes. Okay, so in addition to the above, ideas can be communicated to large number of people through ബുക്സിലൂടെ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഇതിനു പുറമെ ആയിട്ട് ബുക്സിലൂടെ, മാഗസിൻസിലൂടെ, ആർട്ട് ഫോംസിലൂടെ, മൂവീസിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ. യെസ്, എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷനും മാസ് കമ്മ്യൂണിക്കേഷന് ചെയ്യാൻ പറ്റുന്നതാണ്. റെഡിയാണോ? ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. ഓക്കെ, സോ ഇനി അടുത്ത ഒരു ടോപ്പിക് കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്റർനെറ്റ് ബേസ്ഡ് അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ. ഓക്കെ, അപ്പൊ ഇന്റർനെറ്റ് ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരുപാട് പുരോഗമനങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് ഡെവലപ്മെന്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക്. അതൊരു നെറ്റ്വർക്ക് ആണ്. എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെയുള്ള ഒരു നെറ്റ്വർക്ക് ആണ്. ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. ഓക്കെ, മൊത്തം വേൾഡിനെ തന്നെ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക്, ഒരു ചെയിൻ ആണ് എന്ത്, ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. വി ഗെറ്റ് വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ്. അപ്പോൾ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പലതരം ഇൻഫർമേഷൻസ് കിട്ടാൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് എന്തെങ്കിലും ഫോട്ടോസ് വേണമെങ്കിൽ കിട്ടും, അതേപോലെ നമുക്ക് എന്തെങ്കിലും ഓൺലൈൻ ഓർഡറിന് ഒക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഇന്റർനെറ്റ് ആണ്. നിങ്ങൾ ക്ലാസ് കേൾക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്, ഇന്റർനെറ്റ് ആണ് അല്ലേ. യെസ്, അതേപോലെ ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ പറ്റൂലേ. അപ്പം ഇതിനൊക്കെ ആരാണ് സഹായിക്കുന്നത്, ഇന്റർനെറ്റ് ആണ്. അപ്പം ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ചെയിൻ തന്നെയാണ്. ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട് കമ്പ്യൂട്ടേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവനുള്ള എല്ലാവരെയും കണക്ട് ചെയ്യുന്നുണ്ട്. റെഡി? അപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇന്റർനെറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്? യെസ്, വീഡിയോ കോൺഫറൻസിങ് നടക്കുന്നുണ്ട് അല്ലേ, ത്രൂ ഇന്റർനെറ്റ്. പിന്നെ കൊമേഴ്സ് നടക്കുന്നുണ്ട്, ഇമെയിൽ നടക്കുന്നുണ്ട്, ടെലിമെഡിസിൻ നടക്കുന്നുണ്ട്. എന്താണ് വീഡിയോ കോൺഫറൻസിങ് എന്ന് പറഞ്ഞാൽ? People in remote places can view and talk and exchange ideas with the help of the computer. Okay, അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ സൂം മീറ്റ് ഒക്കെ നടക്കുന്നില്ലേ, വീഡിയോ കോൺഫറൻസ് ചെയ്യുന്നില്ലേ. അതേപോലെ നമ്മളെ അച്ഛനോ അമ്മയോ സിസ്റ്റേഴ്സോ ആരെങ്കിലും സിബ്ലിങ്സോ ഒക്കെ പുറത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, വീഡിയോ കോൺഫറൻസിങ് ആണ്. ഇതിന് നമ്മൾ വീഡിയോ കോൺഫറൻസ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, ഇ-കൊമേഴ്സ്. It is a system of buying and selling of goods and services on internet. Okay, അപ്പോൾ നമ്മൾ കടകളിൽ പോവാതെ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഫോണിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ലാപ്പിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഡ്രസ്സൊക്കെ നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്യാറില്ലേ, മിൻട്ര, അങ്ങനെയുള്ള പല ആപ്പുകളിലും നിങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉദാഹരണമാണ്, ഇ-കൊമേഴ്സിന് ഉദാഹരണമാണ്. റെഡി? യെസ്. അടുത്തത് ഇമെയിൽ. ഇമെയിൽ എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് സെൻഡിങ്,
റിസീവിങ് ആൻഡ് കളക്റ്റിംഗ് മെസ്സേജസ് യൂസിങ് ഇലക്ട്രോണിക് മീഡിയ. ഓക്കെ, നമ്മൾ ഇമെയിൽ അയക്കാറുണ്ടല്ലേ, ഒഫീഷ്യൽ പർപ്പസിനും കാര്യങ്ങളിലൊക്കെ ഇമെയിൽ അയക്കാറുണ്ട്. അപ്പോൾ ഇതും ഇൻ്റർനെറ്റിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ടെലിമെഡിസിൻ. ഓക്കെ, ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്ടിലൈസിങ് ദ സർവീസ് ഓഫ് എക്സ്പേർട്ട് ഡോക്ടേഴ്സ്. ഓക്കെ, ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട്, അവരുടെ ഒരു കാര്യം, അവരെ നമ്മൾ തേടി പോകുന്നുണ്ട്, അവരുടെ സർവീസ് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. എ ഡിസ്റ്റൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ, അങ്ങനെ ഇൻഫർമേഷൻ ടെക്നോളജി IT ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മൊബൈൽ ഫോൺസിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പം പുതുതായിട്ട് നമ്മൾ ഡോക്ടേഴ്സിനെ വരെ കൺസൾട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ കൺസൾട്ടേഷന് വരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. പല ആപ്പുകളും ഉണ്ട്. അതേപോലെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്യാറുണ്ട്. ഇതാണ് ടെലിമെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കിലൂടെ, ഇൻ്റർനെറ്റിലൂടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വീഡിയോ കോൺഫറൻസിങ്, ഇ-കൊമേഴ്സ്, ഇമെയിൽ, ടെലിമെഡിസിൻസ്. ഓക്കെ, സോ ബൈ ദിസ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ദാ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഓക്കെ, റെഡി? യെസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇത്ര മാത്രമേ ഈ ഒരു സെഷനിൽ പറയാനുള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിന് ശേഷം കൃത്യമായിട്ട് നോട്ട്സ് കൂടെ ഒന്ന് നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നോട്ട്സും കിട്ടും. റെഡി? ഓക്കെ, അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആണ്, പക്ക സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറച്ച് യെല്ലോ ഫ്ലവേഴ്സ് ഇടുക. നിങ്ങൾ റെഡിയാണ്, പഠിക്കാനൊക്കെ തുടങ്ങി, പഠിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.